കോഴിക്കോട് നഗരത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തി അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും നടപ്പിലാകാത്ത നഗരവികസനമാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ആത്മനിർഭർ ഭാരതത്തിലേക്ക് മുന്നേറാൻ നഗരവികസനം സാധ്യമാക്കാനാണ് അമൃത് രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നത്. നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ നിരവധി പദ്ധതികളാണ് അമൃത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ തന്നെ നടപ്പിലായത്. അടൽ ദൗത്യം 2.0യിലൂടെ 432.70 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഏതാണ്ട് 48ഓളം പദ്ധതികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 3 പദ്ധതികളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓവുചാലുകളുടെ നിർമ്മാണം, പാർക്കുകളുടെ നവീകരണം, ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പൈപ്പ് ലൈൻ നവീകരിക്കൽ, അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ 2 വലിയ മലിനജല പ്ലാന്റ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, കുടിവെള്ള വിതരണം, മലിനജല സംസ്കരണം എന്നീ മേഖലകൾക്കാണ് പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത്. കുടിവെള്ള പദ്ധതിക്ക് 116.77 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. പെരുവണ്ണാമൊഴി ജലശുദ്ധീകരണ പ്ലാന്റിന്റെ സംഭരണശേഷി ഉയർത്താനുള്ള നവീകരണമാണ് ഇതിൽ പ്രധാനം. ആവിക്കൽ കോതി പദ്ധതിക്കായി 304.23 കോടിയാണ് വകയിരുത്തിയത്. ജലാശയ നവീകരണത്തിനായി 8 കുളങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ലയൺസ് പാർക്ക് നവീകരിക്കാൻ 2.25 കോടിയും നീക്കിവെച്ചിട്ടുണ്ട്. അമൃത് പദ്ധതി രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ അപ്പാടെ മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ജനം, കോഴിക്കോട്.